കടലമ്മയുടെ മക്കൾക്ക് എന്തിനാണ് ഈ ശിക്ഷ? എന്തിനാണ് കടലോര തീരത്തെ നമ്മുടെ സ്വന്തം സൈനികരായ മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിൽ അശ്രദ്ധയോടെ ശിക്ഷിക്കുന്നത്? കടലമ്മയുടെ മക്കൾക്ക് ഒരു സൗകര്യത്തിനും അർഹതയില്ലേ? പടിഞ്ഞാറ് നിന്ന് കടലിനെ പേടിച്ചു ജീവിക്കണം. കിഴക്ക് നിന്ന് റെയിൽവേയുടെ പുതിയ പുതിയ നിയമങ്ങൾ. മൊത്തത്തിൽ ഈ കടപ്പുറ നിവാസികളെ ആർക്കും വേണ്ട. സ്വാതന്ത്ര്യത്തിനു മുമ്പ് ഇവിടുത്തെ ജനങ്ങൾ ഒരു സഹകരണ സംഘം പണിതു, സ്കൂൾ പണിതു, ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. ഇവിടുത്തെ മുതിർന്നവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, മത്സ്യത്തൊഴിലാളികളാണ്, യഥാർത്ഥ രാജ്യസ്നേഹികൾ. കടൽപാതയിൽ വരുന്ന കള്ളക്കടത്തുകാരെ പിടികൂടി പോലീസിലേൽപ്പിച്ച ചരിത്രമുണ്ടിവർക്ക്. രഹസ്യമായ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നതും ഇവിടുത്തെ ജനങ്ങളാണ്. സുനാമിയെക്കുറിച്ച് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 78 വർഷമായി ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടന്നില്ല. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളില്ല, രാഷ്ട്രീയ നേതാക്കളില്ല. ഉപ്പള നഗരത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗ്രാമമാണിത്. സ്കൂളിൽ പോകുന്ന കുട്ടികളും ജോലിക്ക് പോകുന്നവരും ജീവൽ ഭയത്താലാണ് അപകടകരമായ റെയിൽവേ ട്രാക്കുകൾ മുറിച്ചു കടക്കുന്നത്. വേറെ വഴിയില്ല, ബദൽ സംവിധാനമില്ല. അടിയന്തര ചികിത്സയ്ക്ക് ഉപ്പള ആശുപത്രിയിൽ പോകണമെങ്കിൽ ഓട്ടോറിക്ഷയിൽ 5 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ചികിത്സ കിട്ടാതെ പാതി വഴിയിൽ ജീവൻ നഷ്ടപ്പെട്ട എത്രയോ നിർഭാഗ്യശാലികളായ ചെറുപ്പക്കാരും യുവതികളുമുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഇടയിൽ മരിച്ചുപോയ വൃദ്ധന്മാരുടെ കഥകൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഏതാനും വർഷം മുമ്പ് കോടികളുടെ പദ്ധതി, വില കൂടിയ കമ്പികൾക്കൊപ്പം ഭാരമേറിയ ട്രാൻസ്ഫോമർ തൂണും കടലിൽ നഷ്ടപ്പെട്ടു. ഒരു വകുപ്പും കാണാൻ വന്നില്ല. 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഹാർബർ എഞ്ചിനീയറിംഗ് പദ്ധതിയുടെ കോൺക്രീറ്റ് റോഡ് കടലാക്രമണത്തിൽ കടലിൽ വീണു. അശാസ്ത്രീയമായി നിർമ്മിച്ച പുളിമുട്ടും എന്നറിയപ്പെടുന്ന ബ്രേക്ക് വാട്ടർ പാറകൾ കടലിൽ മുങ്ങിക്കിടക്കുകയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. പ്രാദേശിക MLA MP-മാർ വാഗ്ദാനമേ നൽകിയിട്ടുള്ളൂ. ശിരൂരിൽ താമസിച്ച് ലോറിയെ തേടിയവർ സ്വന്തം മണ്ഡലത്തിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിനായി ഒന്നും ചെയ്തില്ല. ഗ്രാമവാസികൾ 8 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച 1 കിലോമീറ്റർ റോഡിന്റെ രേഖ പഞ്ചായത്തിന് കൈമാറിയിട്ട് 1.5 വർഷമായി. ഒരു ലോഡ് മണ്ണുപോലും പഞ്ചായത്ത് ഇട്ടിട്ടില്ല. ഗ്രാമവാസികൾ കൈക്കൂലി നൽകാത്തതിനാൽ അനധികൃതമായി മണ്ണ് കടത്തിയെന്ന് പറഞ്ഞ് രശീത് ഇല്ലാതെ 7000 രൂപ വില്ലേജ് ഓഫീസ് പിഴ ഒടുക്കി, കൈക്കൂലി ചുമത്തി. പലപ്പോഴും വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ 500, 1000 വീണ്ടെടുത്തു. ഉപ്പളയിലുള്ളവരാണ് അത് കൊടുത്തു ശീലിച്ചത്. കളക്ടർ 25,000 രൂപ പിഴ ചുമത്തി. അതിന് രസീത് നൽകിയിട്ടുണ്ട്. നാട്ടിലെ ജനങ്ങൾ ഒന്നിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുക എന്നല്ലാതെ സർക്കാർ ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്ന സ്ഥലമുണ്ടാകും. എന്തുകൊണ്ടാണ് ഇവർ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു ശിക്ഷ നൽകുന്നത്? ചില പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവർക്ക് രാഷ്ട്രീയമറിയില്ല. രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയി അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സമയമില്ല. 3 നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ രാത്രിയും പകലും കടലിൽ പണിയെടുക്കണം. നമ്മുടെ വോട്ട് നേടി ഓടിപ്പോയവർ നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിക്കാൻ ഈ നിരപരാധികൾക്ക് ധൈര്യമില്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികളില്ല. ഈ പഞ്ചായത്തിൽ നേരത്തെ 10 വാർഡുകളുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ പഞ്ചായത്ത് അംഗങ്ങളായി, മെമ്പറായി. തെരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള 1-2 വാർഡുകളുണ്ട്. പിന്നീട് 2 തവണ വാർഡ് വിഭജന വേളയിൽ
ഇവിടെ ഭരണകക്ഷിയുടെ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഭരണപക്ഷം ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കീറിപ്പിളർന്നുപോയി. ഒരു തരത്തിലും പഞ്ചായത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കടൽ തീരത്തു മാത്രം താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ 3 മുതൽ 4 വരെ വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. വാർഡുകളെ കിഴക്കും പടിഞ്ഞാറുമായി വിഭജിച്ച് വോട്ടർമാരുടെ വോട്ടുകൾ കഷണങ്ങളായി വിഭജിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകൾ വിവിധ വാർഡുകളിലായി 100, 150, 200 എന്നിങ്ങനെ വിഭജിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുകൾ അവർക്ക് നിർണായകമല്ല. തീരദേശത്തെ 2 പ്രത്യേക വാർഡുകളായി വിഭജിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീരപ്രദേശത്തിനൊപ്പം ഒരു നഗരവും ഉൾപ്പെടുത്താൻ പാടില്ല. അതോടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നഗരങ്ങളിൽ ഒതുങ്ങിപ്പോകും. ജില്ലാ കലക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നീതി ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.